Okay, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് അടുത്തൊരു മോളിക്യൂളാണ് കാർബൺ മോണോക്സൈഡ് എന്നുള്ളത്. അപ്പൊ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും കാർബൺ ആറ്റത്തിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് C6 ആണ്. 6 ഇലക്ട്രോൺസ് ആണ് കാർബൺ ആറ്റത്തിനകത്തുണ്ട്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്ന 1s2 2s2 2p x1 2p y1 and 2pz0. ഓക്കെ, pz ഇല്ല. അതുപോലെ ഓക്സിജൻ ആറ്റത്തിനകത്ത് വരുന്നത് 8 ഇലക്ട്രോൺസ്. that we can write it as 1s2 2s2 2p x2 2p y1 and 2pz1. ഓക്കെ, ഇതാണ് ഈ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്നിട്ട് കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ ആകുമ്പോഴത്തെ it contains how many electrons? That is, here it is 6 plus 8, that is 14 electrons. So the configuration becomes sigma 1s2 sigma star 1s2, then sigma 2s2 sigma star 2s2, then comes since it contains 14 electrons 14 electrons 14 electrons ആകുമ്പോൾ pi 2p x and pi 2p y ആണ്. Okay, so both of them contains 2 electrons each, and then sigma 2p z2. Okay, അപ്പോൾ ഇത് 14 ഇലക്ട്രോൺസ് ആയി. ഇതിന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ആണിത്. ഓക്കെ, നൗ കോൺഫിഗറേഷൻ എഴുതി. then you have to calculate bond order, that is half of NB minus NA. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യവും ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ you have to write down this equation and specify what is meant by NB and NA. then ഇതിനകത്ത് obviously നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും we will get it is 3. okay, that means carbon monoxide molecule exists like this, that is C triple bond O. okay, carbon oxygen തമ്മിൽ triple bonded ആണ്. Since it does not contain any unpaired electrons, the molecule is diamagnetic in nature. അല്ലേ, bond length കുറവായിരിക്കും. magnetic in nature, bond length is lesser, very much lesser, and okay, all these things are ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നോക്കുക, കാർബൺ ഹാസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഓക്സിജന്റെ അറ്റോമിക് ഓർബിറ്റൽസും പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ കാർബൺ ആറ്റത്തിന് എനർജി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വി വിൽ സീ ദ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ. ഹൈഡ്രജന്റെ നമുക്കറിയാം, ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് that is 1s1. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ഫ്ലൂറിൻ ഈസ് ഇറ്റ് ഈസ് 1s2 2s2 2p x2 2p y2 and 2pz1. ഇതാണ് ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പക്ഷെ അപ്പം ലീനിയർ നമ്മൾ ഈ എംഒ തിയറി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അറ്റോമിക് ഓർബിറ്റൽസ് ലീനിയർലി കമ്പൈൻ ചെയ്തു. എങ്ങനെയാണെന്നറിയോ? ഓൾമോസ്റ്റ് സിമിലർ എനർജി ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. വളരെ ലാർജ് ഡിഫറൻസ്, എനർജി ഡിഫറൻസ് അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിലുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്ത് ചെയ്യില്ല? ലീനിയർലി കമ്പൈൻ ചെയ്യില്ല. ഓൾമോസ്റ്റ് സിമിലർ എനർജീസ് ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് മാത്രമേ ലീനിയർലി കമ്പൈൻ ചെയ്യൂ. അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ഇനി ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ കേസിൽ ഹൈഡ്രജന് 1s ഓർബിറ്റലുണ്ട്, ഫ്ലൂറിനും 1s ഓർബിറ്റലുണ്ട്. ഓക്കെ, 1s ഓർബിറ്റലുണ്ട്, 2s ഓർബിറ്റലും ഒക്കെ ഉണ്ട് ഫ്ലൂറിന്റെ കേസിൽ. പക്ഷേ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലിന് വളരെ എനർജി വളരെയധികം കൂടുതലാണ്. ഹൈഡ്രജന്റെ 1s ഓർബിറ്റലിന് എനർജി വളരെയധികം കൂടുതലാണ് compared to the 1s orbital of 1s atomic orbitals of fluorine, compared to the 1s and the 2s atomic orbitals of fluorine. അതാണ് കുറച്ചുകൂടെ ശരി. ഓക്കെ, ഇതാണ് the energy of
1s orbital of hydrogen A is very much higher than the energy of 1s and 2s atomic orbitals of fluorine. Okay, അപ്പം 1s എന്ന് കണ്ടുകൊണ്ട് രണ്ടിന് സെയിം എനർജി എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ട് ആറ്റത്തിന്റെയും അല്ലെങ്കിൽ രണ്ട് എലമെന്റിന്റെയും 1s അറ്റോമിക് ഓർബിറ്റൽസിന് എനർജി ഡിഫറൻസ് ഹ്യൂജ് ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കില്ല, അവര് തമ്മിൽ ലീനിയർലി കമ്പൈൻ ചെയ്യില്ല. പിന്നെയോ ഈ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജന്റെ 1sനുമായിട്ട് ഏകദേശം അടുപ്പിച്ചു വരുന്നവരാണ് 2pz അറ്റോമിക് ഓർബിറ്റൽ. മനസ്സിലായോ? എന്താണ് ഹൈഡ്രജന്റെ 1s അറ്റോമിക് ഓർബിറ്റലിന്റെ എനർജിയുടെ ഏകദേശം അടുത്ത് വരുന്ന ആരേ ഉള്ളൂ? 2pz അറ്റോമിക് ഓർബിറ്റൽ. അവര് തമ്മിൽ എന്ത് ചെയ്യും? 1s ഓഫ് ഹൈഡ്രജൻ ആറ്റവും 2pz ഓഫ് ഫ്ലൂറിനും എന്ത് ചെയ്യും? ലീനിയർലി കമ്പൈൻ ചെയ്ത് രണ്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും. ഇവിടെ നമ്മൾ എഴുതുന്ന സിഗ്മ sp എന്നാണ്. ഓക്കെ, സിഗ്മ sp ഓർബിറ്റലും സിഗ്മ സ്റ്റാർ sp ഓർബിറ്റലും. കാരണം ഇവിടെ ആരൊക്കെയാണ് കമ്പൈൻ ചെയ്ത? 1sഉം 2pzഉം ആണ്. ഓക്കെ, 1sഉം 2pzഉം ആണ്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്ലൂറിൻ ആറ്റത്തിന്റെ 2pz. നമ്മൾ z ആക്സിസ് ആണ് സാധാരണ മോളിക്കുലർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മോളിക്കുലർ ആക്സിസ് ആയിട്ട് സാധാരണ കൺസിഡർ ചെയ്യുന്ന z ആക്സിസ്. അപ്പൊ ഹൈഡ്രജനും ഈ ഫ്ലൂറിന്റെ 2pz അറ്റോമിക് ഓർബിറ്റലും തമ്മിൽ ലീനിയർലി കമ്പൈൻ ചെയ്തു. ഇങ്ങനെ സിഗ്മ ബോണ്ട്, അതാണ് സിഗ്മ sp. ഓക്കെ, ഇനിയോ pxഉം pyയും എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയാണ്. അവര് തമ്മിൽ ലീനിയർ കോമ്പിനേഷനിൽ വരില്ല. അതെങ്ങനെ നിൽക്കും? നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് ആയിട്ട് നിൽക്കും. ഓക്കെ, സോ ദീസ് 2px ആൻഡ് 2py അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് ഫ്ലൂറിൻ ആറ്റം എങ്ങനെ നിൽക്കും? നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് ആയിട്ട് നിൽക്കും. ആൻഡ് ദിസ് ഈസ് ദ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ. ക്ലിയർ ആയല്ലോ? സോ ദിസ് ഈസ് ദ കേസ് വിത്ത് ദ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ. ഇതൊരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ സാധാരണ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക. ബോണ്ട് ഓർഡർ എങ്ങനെ എടുക്കും? 1/2 നമ്പർ ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽ ബോണ്ടിങ് ഇലക്ട്രോൺസ് 2 ആണ്. ആൻഡ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് പ്യൂർ ബോണ്ട് ഓർഡർ ഈസ് 1. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഇങ്ങനെയായിരിക്കും, സിംഗിൾ ബോണ്ടഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് ദ കേസ് വിത്ത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. സോ നമ്മൾ ഈ ഒരു ഇതിനകത്ത് കുറച്ച് സീരീസ് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് ഹോമോന്യൂക്ലിയർ, ഡയറ്റോമിക് മോളിക്യൂൾസ് പറഞ്ഞു. എനിവേ നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും എങ്ങനെയാണ് കൊടുക്കുന്നത്? സിഗ്മ, അതായത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി കൊടുക്കുകയാണെങ്കിൽ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, sigma star 1s, then comes sigma 2s, sigma star 2s, from up to 14 electrons ആണ്. up to 14 electrons ഇങ്ങനെ വരും. Then comes pi 2px, then comes which has the same energy of pi 2py, which is less than sigma 2pz. Okay, then comes pi star 2px, which has the same energy as that of pi star 2py, and then comes sigma star 2pz. Okay, then more than 14 electrons ആണെങ്കിൽ നമ്മുടെ കോൺഫിഗറേഷന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, then comes sigma 2s,
then comes sigma star 2s, then comes sigma 2pz, then comes pi 2px, and it has the same energy of pi 2py. Okay, then comes pi star 2px and pi star 2py, which is less than sigma star 2pz. ഈ ഒരു കേസിലാണ് ഇവർ തമ്മിലാണ് ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ നമ്മൾ ഇലക്ട്രോണിക് ഹെറ്ററോ ന്യൂക്ലിയർ എടുക്കുമ്പോഴത്തേക്കും ആറ്റോമിക് ഇത് എടുക്കുമ്പോൾ നമ്മൾ എനർജി ഇതേ റൂള് തന്നെ, ഈ രണ്ട് റൂൾസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലെസ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ളതിന് എനർജി കൂടുതലും, മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ളതിന് എനർജി ലെവൽ കുറവായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. മോർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി താഴെ ഇച്ചിരി എനർജി താഴെ ആയിരിക്കും കമ്പയർഡ് ടു ദ അറ്റോമിക് ഓർബിറ്റൽ ഓഫ് ലെസ് ഇലക്ട്രോൺ നെഗറ്റീവ് എലക്ട്രോൺ. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഇപ്പം പിന്നെ എംഒ ഡയഗ്രാം അല്ലെങ്കിൽ explain the molecular behavior of nitric oxide molecule using MO theory എന്ന് വല്ലതും ചോദിക്കുകയാണെങ്കിൽ you have to, first of all, you have to write down nitrogen atom. The atomic number of nitrogen atom is 7. Electronic configuration of nitrogen is 1s2, 2s2, 2px1, like that, 2py1, 2pz1, like that you have to mention. Okay, then that of oxygen similarly നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ എഴുതുക. Then NO molecule contains how many electrons? 15 electrons. So the electron configuration MO based on MO theory is like this, sigma 1s 1s2 ആ രീതിയിൽ എഴുതുക. Then you have to draw the MO level diagram. Okay, energy level diagram you have to draw. Then write down the bond order. Okay, bond order equation എഴുതുക, substitute ചെയ്യുക, answer എഴുതുക. Then you have to explain the bond order of this particular molecular species is like this, and then number of bonds between nitrogen and oxygen is atom is like this. Since if it contains unpaired electrons, you have to mention it specifically. The you have to mention the magnetic behavior of the molecule. Okay, then you have to write down the stability of this molecule. The bond order positive anengile you have to, you can say that the molecule is stable. So like that you have to complete that particular part. Okay, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. വാട്സപ്പിലോട്ടോ അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുന്നത് നന്നായിരിക്കും. കാരണം എനിക്ക് എപ്പോഴും ടെലഗ്രാം എനിക്ക് ആക്സസബിൾ ആയിട്ട് നിൽക്കുന്നില്ല. ഇപ്പോൾ മറ്റ് ഇച്ചിരി ഡ്യൂട്ടീസ് ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ടെലഗ്രാം എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങളത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്നെ ഒന്ന് പേഴ്സണലായിട്ട് വിളിച്ചാലും മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയിട്ട് തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു സൗകര്യം ചോദിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതൊന്നും നിങ്ങളൊന്ന് ഉറപ്പാക്കണം. സോ ഇത്രയും നമുക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.